കൺസൾട്ടൻസി കമ്പനിയായ KPMG നേതൃത്വത്തിൽ തയ്യാറാക്കിയ AIFFന്റെ ബിഡ് നിബന്ധനകളാണ് സ്പോൺസർഷിപ്പിന് വിലങ്ങുതടിയാകുന്നത്. വർഷം 37.5 കോടി രൂപ അല്ലെങ്കിൽ ആകെ വരുമാനത്തിന്റെ 5% AIFFന് നൽകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ പ്രതിവർഷം 200 to 300 കോടി വരെ നഷ്ടമുള്ള ISLന്റെ വിപണി സാധ്യതകൾ വിശകലനം ചെയ്യുമ്പോൾ ഫുട്ബോൾ ഫെഡറേഷന്റെ ആവശ്യം ഉൾക്കൊള്ളാൻ സ്പോൺസർമാർക്ക് കഴിയില്ല. എന്നാൽ ഇതിൽ അണുവിട വിട്ടുകൊടുക്കാൻ AIFFും തയ്യാറാകുന്നില്ല. അതേസമയം റിലയൻസും സ്റ്റാറിനും പങ്കാളിത്തമുണ്ടായിരുന്ന ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആയിരുന്നു നേരത്തെ ISLന്റെ സംഘാടകർ. 10 വർഷത്തിലേറെ നീണ്ട കരാർ ഈ വരുന്ന ഡിസംബറോടെ അവസാനിക്കും. എന്നാൽ FSDLുമായുള്ള കരാർ പുതുക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതിസന്ധികൾ ആരംഭിച്ചത്. ഏതായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സമീപകാല ഇടപെടലുകൾ പരിശോധിക്കുമ്പോൾ ഒരു അടിയന്തര സമീപനം ഏതായാലും ഉണ്ടാകാനിടയില്ല. അങ്ങനെയെങ്കിൽ ISL ഇത്തവണ ഉണ്ടാകില്ല എന്നത് തന്നെ. മറിച്ചാണെങ്കിൽ അത്ഭുതങ്ങൾ നടക്കണം. അങ്ങനെയൊരു അത്ഭുതത്തിനാണ് ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നതും.